ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. വർഷകാല സമ്മേളനം നടക്കുന്ന പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നടപടികൾ തടസ്സപ്പെട്ടു. ഇരുസഭകളും 2 മണിവരെ പിരിഞ്ഞു. കോഴിക്കോട് അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങളോടെ 2 പേർ ചികിത്സയിൽ കഴിയുന്ന സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. കാസർഗോഡ് പ്രധാന അധ്യാപകന്റെ മർദ്ദനത്തിൽ വിദ്യാർത്ഥിക്ക് പരിക്കേറ്റെന്ന പരാതിയിൽ വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ട് മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാനത്ത് വ്യാജ വെളിച്ചെണ്ണ വിൽക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി ജി ആർ അനിൽ. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. ഡയമണ്ട് ലീഗ് ഫൈനലിൽ സ്ഥാനമുറപ്പാക്കി ജാവലിൻ ത്രോ ലോക ചാമ്പ്യൻ നീരജ് ചോപ്ര. വാർത്തകൾ വിശദമായി. വർഷകാല സമ്മേളനം നടക്കുന്ന പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നടപടികൾ തടസ്സപ്പെട്ടു. ഇരുസഭകളും 2 മണിവരെ പിരിഞ്ഞു. രാജ്യസഭയിൽ അടിയന്തര ചർച്ച ആവശ്യപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന 19 നോട്ടീസുകൾ സഭാ ഉപാധ്യക്ഷൻ ഹരിവംശ് തള്ളിയതോടെയാണ് പ്രതിഷേധം ശക്തമായത്. ബീഹാർ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച കാര്യങ്ങൾ കോടതിയുടെ പരിഗണനയിൽ ആയതിനാൽ വിഷയം ചർച്ച ചെയ്യാനാവില്ലെന്ന നിലപാടാണ് ഉപാധ്യക്ഷൻ സ്വീകരിച്ചത്. ലോക്സഭയിലും സമാനമായ പ്രതിഷേധങ്ങളാണ് അരങ്ങേറിയത്. ബഹിരാകാശ നിലയത്തിൽ നിന്നും എത്തിയ ആദ്യ ഇന്ത്യക്കാരനായ ശുഭാംശു ശുക്ലയുടെ നേട്ടവുമായി ബന്ധപ്പെട്ട് ലോക്സഭയിൽ ഇന്ന് പ്രത്യേക ചർച്ച നടക്കുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു നേരത്തെ അറിയിച്ചിരുന്നു. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിയായി മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണൻ മത്സരിക്കും. തമിഴ്നാട് സ്വദേശിയാണ്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകൾ വ്യാഴാഴ്ച വരെ സമർപ്പിക്കാം. അടുത്ത മാസം 9-നാണ് തെരഞ്ഞെടുപ്പ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ലക്ഷണങ്ങളോടെ 2 പേർ ചികിത്സയിൽ കഴിയുന്നു. ഇതിൽ 3 മാസം പ്രായമുള്ള കുട്ടിയുമുണ്ട്. നിലവിൽ കുട്ടിയുടെ സാമ്പിളുകൾ വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. അമീബിക് മസ്തിഷ്ക ജ്വരം ലക്ഷണങ്ങളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിക്കപ്പെട്ട 3 മാസം പ്രായമുള്ള കുട്ടിയാണ് തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുന്നത്. കുട്ടിയുടെ സാമ്പിളുകൾ വിദഗ്ധ പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ്. കിണർ വെള്ളത്തിൽ നിന്നാകാം രോഗം ഉറവിടമെന്നാണ് അധികൃതരുടെ നിഗമനം. സമീപത്തെ കിണറുകളുടെ സാമ്പിളുകളും പരിശോധന നടത്തി. പ്രദേശത്തെ ബോധവൽക്കരണവും നടന്നുവരികയാണ്. കോഴിക്കോട് സ്വദേശിയായ ഒരാൾ കൂടി മെഡിക്കൽ കോളേജ് ചികിത്സയിലുണ്ട്. നിലവിൽ 5ഓളം പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ 9 വയസ്സുകാരി അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചിരുന്നു. കാസർഗോഡ് കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപകന്റെ അടിയേറ്റ് വിദ്യാർത്ഥിയുടെ കർണപുടം തകർന്നു എന്ന പരാതിയിൽ വിശദമായ അന്വേഷണത്തിന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉത്തരവിട്ടു. വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ അന്വേഷണം നടത്തുമെന്നും റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വോട്ട് തിരിമറി ആരോപണം തള്ളി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് കമ്മീഷൻ ഒരിക്കലും പിന്മാറില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷന് രാഷ്ട്രീയ വിവേചനമില്ലെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് വ്യാജ വെളിച്ചെണ്ണ വിൽക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി ജി ആർ അനിൽ. ഇതിനായി ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന ശക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വെളിച്ചെണ്ണ വില ഇനിയും കുറയുമെന്നും മന്ത്രി വ്യക്തമാക്കി. നെൽ കർഷകർക്ക് സംഭരിച്ച നെല്ലിന്റെ പണം നൽകാത്തത് കേന്ദ്രത്തിൽ നിന്നുള്ള തുക കിട്ടാൻ വൈകുന്നതിനാലാണ്. കേന്ദ്ര സർക്കാർ ഈ തുക എത്രയും വേഗം അനുവദിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് ഓണപരീക്ഷകൾക്ക് തുടക്കമായി. UP ഹൈസ്കൂൾ +2 വിദ്യാർത്ഥികൾക്കാണ് ഇന്ന് പരീക്ഷ ആരംഭിച്ചത്. LP വിഭാഗത്തിന് ബുധനാഴ്ച മുതലാണ് പരീക്ഷ. ഓണപരീക്ഷയുടെ ചോദ്യക്കടലാസ് ചോർച്ച തടയാൻ വിദ്യാഭ്യാസ വകുപ്പ് മാർഗരേഖ പുറത്തിറക്കി. പരീക്ഷ തുടങ്ങുന്നതിന് അരമണിക്കൂർ മുൻപ് മാത്രമേ ചോദ്യക്കടലാസ് അടങ്ങുന്ന പാക്കറ്റുകൾ പൊട്ടിക്കാൻ പാടുള്ളൂ എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. മന്ത്രി ജി ആർ അനിൽ സംവദിക്കുന്ന ഫോൺ ഇൻ പ്രോഗ്രാമിൽ പൊതുജനങ്ങൾക്ക് ഇന്ന് മന്ത്രിയുമായി സംസാരിക്കാൻ അവസരം. ഉച്ചയ്ക്ക് 2 മുതൽ 3 വരെയാണ് സമയം. ഭക്ഷ്യ പൊതുവിതരണ ലീഗൽ മെട്രോളജി വകുപ്പുകളിലെയും സപ്ലൈകോയിലെയും വിഷയങ്ങൾ സംബന്ധിച്ച പരാതികളും നിർദ്ദേശങ്ങളും ഫോൺ ഇൻ പ്രോഗ്രാമിൽ അറിയിക്കാം. വിളിക്കേണ്ട നമ്പർ 8943873068.
ദേശീയ തലത്തിൽ മികച്ച ആസ്പിറേഷണൽ ബ്ലോക്കിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പുരസ്കാരം നേടിയ കാസർഗോഡ് ജില്ലയിലെ പരപ്പ ബ്ലോക്കിലെ ക്ഷീരമേഖലയുടെ സമഗ്ര വികസനത്തിനായുള്ള പാലാഴി പദ്ധതി ജില്ലാ കളക്ടർ ഉദ്ഘാടനം ചെയ്തു. മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ പരപ്പ ബ്ലോക്ക് പഞ്ചായത്താണ് പദ്ധതി നടപ്പാക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ. ക്ഷീരമേഖലയിലെ പ്രതിസന്ധികളെ മറികടന്ന് ക്ഷീരകർഷകരുടെ വരുമാനവും പാൽ ഉൽപാദനവും വർദ്ധിപ്പിക്കുക എന്നതാണ് പാലാഴി പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പ്രദേശത്തെ പശുക്കളുടെ ആരോഗ്യ സൂചകങ്ങളുടെ സമഗ്ര വിലയിരുത്തൽ, ഉയർന്ന ജനിതക മൂല്യമുള്ള ബീജ മാത്രകൾ, തീറ്റപ്പുല്ലിന്റെ ഉൽപാദനം പ്രോത്സാഹിപ്പിക്കൽ തുടങ്ങിയ വിവിധ ഘടകങ്ങൾ ഉൾപ്പെടുന്നതാണ് പാലാഴി പദ്ധതി. ബ്ലോക്കിലെ വിവിധ പഞ്ചായത്തുകളിലെ കന്നുകാലികളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന രേഖ തയ്യാറാക്കുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. എറണാകുളം മുതൽ വയനാട് വരെയുള്ള 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വൃഷ്ടി പ്രദേശങ്ങളിൽ മഴ തുടരുന്നതിനാൽ വയനാട്ടിലെ ബാണാസുര സാഗർ അണക്കെട്ട് തുറന്നു. കൊല്ലം കല്ലട ഡാമിന്റെ 2 ഷട്ടറുകൾ ഇന്ന് രാവിലെ 8-ന് 5 സെന്റിമീറ്റർ വീതം ഉയർത്തി 20 സെന്റിമീറ്ററിൽ എത്തി. പത്തനംതിട്ട കക്കി ആനത്തോട് ഡാമിൽ ജലനിരപ്പ് ഉയരുന്നതിനാൽ ഡാമിന്റെ 1 ഷട്ടർ കൂടി തുറന്നു. നിലവിൽ ഡാമിന്റെ 3 ഷട്ടറുകളാണ് തുറന്നിട്ടുള്ളത്. തൃശൂർ പീച്ചി ഡാമിന്റെ ഷട്ടറുകളും തുറന്നിട്ടുണ്ട്. ഇടുക്കിയിലെ മാട്ടുപ്പെട്ടി, കല്ലാർകുട്ടി, ഇരട്ടയാർ, ലോവർ പെരിയാർ എന്നീ അണക്കെട്ടുകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. നദികളുടെ കരയിൽ താമസിക്കുന്നവർക്ക് കർശന ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കണ്ണൂർ പഴശ്ശി ജലസംഭരണിയുടെ ആകെയുള്ള 16 ഷട്ടറുകളിൽ 14 എണ്ണവും ഉയർത്തിയിട്ടുണ്ട്. ഇരവികുളം ദേശീയ ഉദ്യാനത്തിൽ വരയാടുകളുടെ 2025 കണക്കെടുപ്പ് പൂർത്തിയായി. പുതിയ 144 വരയാടിൻ കുഞ്ഞുങ്ങളെ സെൻസസിൽ കണ്ടെത്തി. ഇതോടെ ആകെ വരയാടുകളുടെ എണ്ണം 841 ഉയർന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. കഴിഞ്ഞ ഏപ്രിൽ 24 മുതൽ 27 വരെയാണ് വരയാടുകളുടെ കണക്കെടുപ്പ് നടന്നത്. ബൗണ്ടഡ് കൗണ്ട്, ഡബിൾ ഒബ്സർവർ കൗണ്ട്, ക്യാമറ ട്രാപ്പ് എന്നീ ശാസ്ത്രീയ മാർഗങ്ങൾ ഉപയോഗിച്ചാണ് വരയാടുകളുടെ എണ്ണം കണ്ടെത്തിയത്. 16 ബ്ലോക്കുകളിലായി പരിചയസമ്പന്നരായ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, ഫോറസ്ട്രി കോളേജ് വിദ്യാർത്ഥികൾ, കാർഷിക സർവകലാശാല ഉദ്യോഗസ്ഥർ എന്നിവരടക്കം 100ഓളം പേർ കണക്കെടുപ്പിൽ പങ്കെടുത്തു. 2005 മുതൽ തുടർച്ചയായി വനംവകുപ്പ് വരയാടുകളുടെ പോപ്പുലേഷൻ എസ്റ്റിമേഷൻ നടത്തിവരുന്നുണ്ട്. ഛത്തീസ്ഗഡിലെ ബസ്തർ ഡിവിഷനിലെ ബിജാപൂർ ജില്ലയിൽ മാവോയിസ്റ്റുകൾ നടത്തിയ IED സ്ഫോടനത്തിൽ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥന് വീരമൃത്യു, 3 ജവാന്മാർക്ക് പരിക്കേറ്റു. നാഷണൽ പാർക്ക് പ്രദേശത്ത് ജില്ലാ റിസർവ് ഗാർഡ് സംഘം നടത്തിയ നക്സൽ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കിടെയാണ് പൊട്ടിത്തെറി ഉണ്ടായത്. പരിക്കേറ്റവർ അപകടനില തരണം ചെയ്തു. സപ്ലൈകോ ശബരി ബ്രാൻഡിൽ 5 പുതിയ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കും. നാളെ എറണാകുളം ബോൾഗാട്ടി പാലസിലെ ചടങ്ങിൽ മന്ത്രി GR അനിൽ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ജാവലിൻ ത്രോ നിലവിലെ ലോക ചാമ്പ്യനും 2 തവണ ഒളിമ്പിക് മെഡൽ ജേതാവുമായ നീരജ് ചോപ്ര ഡയമണ്ട് ലീഗ് ഫൈനലിൽ സ്ഥാനം ഉറപ്പാക്കി. ഈ മാസം 27, 28 തീയതികളിൽ സ്വിറ്റ്സർലൻഡിലെ സ്യൂറിക്കിലാണ് മത്സരം. സൈലേഷ്യയിൽ നടന്ന മത്സരത്തിൽ നിന്ന് വിട്ടുനിന്നെങ്കിലും ഈ സീസണിൽ മുൻ പ്രകടനങ്ങളുടെ മികവിലാണ് ചോപ്ര യോഗ്യത ഉറപ്പാക്കിയത്. 2022 ഡയമണ്ട് ലീഗ് കിരീടം നേടിയ ചോപ്ര കഴിഞ്ഞ 2 വർഷം റണ്ണറപ്പായിരുന്നു. അതേസമയം ഡയമണ്ട് ലീഗ് ഫൈനലിൽ പങ്കെടുക്കുന്ന കാര്യം നീരജ് ചോപ്ര സ്ഥിരീകരിച്ചിട്ടില്ല. കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജിൽ ആദ്യമായി വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തിയ പ്രമുഖ യൂറോളജിസ്റ്റ് ഡോക്ടർ G വേണുഗോപാൽ അന്തരിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ യൂറോളജി വിഭാഗം മുൻ മേധാവിയാണ്. ഇന്നലെ ഉച്ചയോടെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സംസ്കാരം തൈക്കാട് ശാന്തി കവാടത്തിൽ നടന്നു. കോഴിക്കോട് ചാത്തമംഗലത്ത് കുടിവെള്ള പദ്ധതിയുടെ ടാങ്ക് പൊട്ടിയ അപകടം. 50,000 ലിറ്റർ കപ്പാസിറ്റിയുള്ള ടാങ്കാണ് പൊട്ടിയത്. സമീപത്തെ വീടുകളിലേക്ക് ചെളിയും മണ്ണും കയറി. അപകടത്തിൽ ആർക്കും പരിക്കില്ല. 100ഓളം കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന ടാങ്കിന്റെ ഒരു ഭാഗമാണ് ഇന്ന് പുലർച്ചെ പൊട്ടിയത്. തിരുവനന്തപുരത്ത് സ്കൂൾ കുട്ടികളുമായി വന്ന വാൻ കുഴിയിലേക്ക് വീണ് അപകടത്തിൽ വാനിലുണ്ടായിരുന്ന 31 കുട്ടികൾക്കും ഒരു അധ്യാപികയ്ക്കും അടക്കം 32 പേർക്ക് പരിക്കേറ്റു. പ്രധാന വാർത്തകൾ വീണ്ടും. വർഷകാല സമ്മേളനം നടക്കുന്ന പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നടപടികൾ തടസ്സപ്പെട്ടു. ഇരുസഭകളും 2 മണിവരെ പിരിഞ്ഞു. കോഴിക്കോട് അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങളോടെ 2 പേർ ചികിത്സയിൽ കഴിയുന്ന സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. കാസർഗോഡ് പ്രധാന അധ്യാപകന്റെ മർദ്ദനത്തിൽ വിദ്യാർത്ഥിക്ക് പരിക്കേറ്റെന്ന പരാതിയിൽ വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ട് മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാനത്ത് വ്യാജ വെളിച്ചെണ്ണ വിൽക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി GR അനിൽ. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം.
ഡയമണ്ട് ലീഗ് ഫൈനലിൽ സ്ഥാനമുറപ്പാക്കി ജാവലിൻ ത്രോ ലോക ചാമ്പ്യൻ നീരജ് ചോപ്ര. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.